അങ്ങനെ നല്ല സിനിമയാണ്, നന്നായിട്ട് വർക്കൗട്ട്. മലയാളികൾ അങ്ങനെയൊന്നുമല്ല. മലയാളികൾ ഏത് നല്ല സിനിമേനെയും ചെറുത് വലുതൊന്നും ഇല്ലാതെ സ്വീകരിക്കുന്നവരാണ്. അത് തന്നെ നമ്മുടെ നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മലയാള സിനിമയാണ്. അതെ, വിജയമാവട്ടെ. പടം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഔട്ട്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് തോമസ് നവേല്. ഇതെൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ നമ്മൾ ഞാൻ ബിസിനസ്സാണ്, ടെക്സ്റ്റൈൽ സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഔട്ട്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ പടം കണ്ടപ്പോഴാണെങ്കിൽ നമുക്ക് വിചാരിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഫീൽ ഗുഡ് പടമാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ എല്ലാവരും കാണട്ടെ. എല്ലാ ഫാമിലി ഓഡിയൻസ് എല്ലാവരും പോയി കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, വിജയിപ്പിക്കട്ടെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഒരു ഹിറ്റ് കൊടുത്തേനെ. അപ്പോൾ ആ മുട്ടായി കിട്ടാത്തത് കൊണ്ട് ഒരു എന്താണ് 50-50 ആണ്. പക്ഷേ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ടായി കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ അത് വർക്കാവുമായിരിക്കാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് അല്ലേ മോളെ മോള് പറയും. മലയാളം ഇൻഡസ്ട്രി, യെസ്, മലയാളം ഇൻഡസ്ട്രി അങ്ങനെ എന്താണ് പന്തലിക്കട്ടെ. മലയാളം ഇൻഡസ്ട്രി പന്തലിച്ചാൽ നമുക്ക് നമ്മളെപ്പോലുള്ള അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗുണമുള്ള നമ്മൾ ഇൻക്ലൂഡിങ് നിങ്ങളെല്ലാവരും. അപ്പം എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഫീൽ ഗുഡ് പടം. നല്ല രസമായിട്ടുണ്ട്. ഫുൾ എൻഗേജ്ഡ് ആണ്. എന്താ പറയുക, ലാസ്റ്റ് ക്ലൈമാക്സും നന്നായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി. എല്ലാവരുടെ ആക്ടിങ്ങും അടിപൊളിയാണ്. താങ്ക് യു. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. നല്ലൊരു മെസ്സേജാണ്. നല്ല പടം. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ഏത് സമയത്താണെങ്കിലും ആൾക്കാർ പോയി കാണും. അതെ, അതാണ് വിശ്വാസം. പിന്നെ ഇത് മലയാള പടമല്ലേ, അപ്പം മാത്രമല്ല ഒരു ഫാമിലി സിനിമയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ, മെസ്സേജ് എന്നൊക്കെ പറയുമ്പം നമുക്ക് കാണുമ്പം ഒരു കണ്ടിറങ്ങുമ്പോൾ ഒരു മനസ്സ് നിറയ്ക്കും എന്നൊക്കെയാണ്. ഇപ്പം എൻ്റെ സിനിമ ആയതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. പക്ഷേ കണ്ട് വേറെ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു കണ്ടവരെല്ലാം അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ. എല്ലായിടത്തുനിന്നും അങ്ങനത്തെ റിവ്യൂ എല്ലാവരും പരസ്പരം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടും. അപ്പം ആൾക്കാർ ഈ വീക്കെൻഡ് പോയി കാണാൻ പറ്റിയ ഒരു സിനിമ ആവട്ടെ, കാണട്ടെ. ഇവരെയൊക്കെ ഒന്ന് വിജയിപ്പിച്ച് കൊടുക്കട്ടെ. എന്നെയും കൂട്ടത്തിൽ സൈഡിൽ കൂടെ ഒന്ന് വിജയിപ്പിച്ച് തരട്ടെ. അത്രേ ഉള്ളൂ. താങ്ക് യു. അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഫീൽ ഗുഡ് പടമാണല്ലോ പൊതുവെ. അതെ, ഒരു ഫാമിലി ഫാൻറ്റസി ഫീൽ ഗുഡ് മൂവിയാണ്. സോ ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു മുമ്പിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിൽ പോകുന്നൊരു പടമാണ്. സോ ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് വർക്കാവും. എല്ലാവരും കാണാം. താങ്ക് യു. അത് രണ്ടും രണ്ടാണ്. ചെറിയ പടങ്ങളും ഒപ്പം വരട്ടെ, വലിയ പടങ്ങളും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, താങ്ക് യു. അടിപൊളിയാണ്. നല്ല ഫാമിലി സ്റ്റോറി. ചെറിയ പടമാണ്, പക്ഷേ ഫാമിലി അടിപൊളി. നല്ല സിനിമ. എല്ലാവരും സൈജു കുറുപ്പ് അടിപൊളി. സൈജു കുറുപ്പ് മാത്രമല്ല, എല്ലാവരും സൂപ്പർ സിനിമ. തിയേറ്ററിൽ പോയി എല്ലാവരും കാണാം. നല്ലൊരു ചിത്രം. അതായത് മനുഷ്യൻ ദൈവം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഇതിൽ സണ്ണിവേലിൻ്റെ ആ ഫേസിലൂടെയും പിന്നെ ഡയറക്ടർ ഫെബി ജോർജും പിന്നെ സൈജു കുറുപ്പ് ഇതിൽ അഭിനയിച്ച ഓരോ കഥകളും ഇതിൽ ചെറുപ്പക്കാരൻ കാണേണ്ട കഥയാണ് ഈ സിനിമ. കൂടാതെ കുടുംബം വന്ന് കാണേണ്ടത്. നല്ലൊരു ഇമോഷൻ ഉണ്ട്, നല്ലൊരു സസ്പെൻസ് ഉണ്ട്, നല്ലൊരു ചിത്രം. ബോഡി ആ പേര് പോലെ തന്നെ നല്ല അടിപൊളി പടം, സൂപ്പർ പടം. അല്ല, ഞാൻ ഇതിൻ്റെ റൈറ്ററാണ്. ഞാൻ പൊക്കി പറഞ്ഞ മോശമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായി. എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കരയുന്നുണ്ടായിരുന്നു ഇമോഷണലായിട്ട്. അയ്യോ, ഒരുപാട് കാത്തിരുന്ന. ഇതിൻ്റെ വൈശാഖൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അവസാനം. ഡയറക്ടർ ഫെബി എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട. സൈബറിനൊക്കെ ഭയങ്കര സപ്പോർട്ടോടെ നമ്മൾ കൂടെ എത്തി. പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.
ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോടൊപ്പം തന്നെ പ്രേക്ഷകരുമായിട്ട് ഇരുന്ന് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അറിയില്ല, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള സെൻറ്റേഴ്സിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. എന്തായാലും ഒരു ഫാൻറ്റസി സിനിമയാണ്, ഫാമിലി മൂവിയാണ്. ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു കഥയാണ്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്നാണ്, ഇൻക്ലൂഡിങ് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല അഭിപ്രായം. ഇപ്പം ഈ തിയേറ്ററിൽ നിന്ന് എല്ലാവരും നല്ല അഭിപ്രായമാണ് കണ്ടവർ. അന്ന് നമ്മൾ പ്രിവ്യൂ ഷോ വെച്ചപ്പോഴും നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ദൈവത്തിൻ്റെ സിനിമയാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കാണുമ്പം ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും അതേപോലെ ഒരു മുട്ടായി കിട്ടാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ പടം വിജയിപ്പിച്ച് തന്നാൽ നല്ലൊരു ട്രീറ്റ് നമ്മളെല്ലാവരും തരുന്നതായിരിക്കും. എല്ലാവരോടും പോയി പറയാം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ കുഞ്ഞ് 2 പ്രൊഡ്യൂസേഴ്സാണ്, ഇവർ 2 പേരാണ്. അപ്പം ഇവരൊന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാം. മോശമായൊരു സിനിമയല്ല, അതാണ് നമ്മളിങ്ങനെ പറയാൻ കാരണം. നല്ല സിനിമയാണ്. താങ്ക് യു. നല്ലൊരു സിനിമയാണെന്നാണ് എന്നൊക്കെ തോന്നിയത്. എല്ലാവരും പോയി കാണുക. അതിനുള്ള എൻ്റെ എല്ലാ ഏജ് കാറ്റഗറിക്കും വർക്കാവുന്ന തോന്നുന്നു. സോ എല്ലാവരും കാണുക, ഫാമിലീസിനോട് പറയുക. താങ്ക് യു. ഡയറക്ടർ ബാക്കിലോട്ട് സ്ഥലം കൊടുക്കാം. ഡയറക്ടറാണ്. കുറേ സീരീസ് വിളിച്ചായിരുന്നു, എല്ലാവരും നല്ല റിവ്യൂസാണ് പറയുന്നത്. ആക്ച്വലി എല്ലാ ടൈപ്പ് ഓഡിയൻസും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവിയാണ്. എല്ലാ ടൈപ്പ് ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും പോയി ഒരു കൂട്ടായ്മ. അതെ, എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് മൊത്തത്തിൽ. എന്തായാലും എല്ലാവരും പോയി പടം കാണുക. താങ്ക് യു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. എങ്ങനെയുണ്ട് ചിത്രം? എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. ഇല്ല, ഒരു മോശം പറയാനില്ല. എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, ജെന്യൂനായിട്ട് പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോർമലി ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ കരയുന്നത്. ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. കരഞ്ഞു, നന്നായിട്ടുണ്ട്. ആ കുഞ്ഞു കൊച്ചാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കോമഡിയും ഉണ്ട്, ഇമോഷണലും ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലും മെയിനായിട്ട് കുറേ കോൺസെപ്റ്റ് എല്ലാവർക്കും ഒരു തോട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവമായിട്ടുള്ളൊരു സംഭവമാണ് കൊടുത്തേക്കുന്നത്. അതറിയില്ല, ഞാൻ കരഞ്ഞു. അതെ, ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കാര്യം, കാരണം അതിനുള്ള ഇമോഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളി പടം. ഗംഭീരം പടം. കിടിലം പടം, നല്ല ഇഷ്ടപ്പെട്ടു. കിടിലം പടം, സൂപ്പർ പടമാണ്. എല്ലാവരും മസ്റ്റ് വാച്ചബിളാണ്. തിയേറ്ററിൽ കണ്ടു. കോമഡിയാണ്, ഫാൻറ്റസി ഉണ്ട്, എല്ലാം ഉണ്ട്. ഷാജി കപൂർ സണ്ണിവനും പൊളിച്ചടിക്കുന്നു. സണ്ണിവൻ വേറെ ലെവലായിട്ടുണ്ട്, ദൈവമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട്. നല്ല സൂപ്പർ പടം. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല മനോഹരമായ ഒരു പടം. സുന്ദരമായിട്ടുണ്ടോ? ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഷം ചെയ്തുകൊണ്ട് പറയുന്നതല്ല, തുടങ്ങി തീരുന്നത് വരെ ഭയങ്കര മനോഹരം. സന്തോഷത്തിൻ്റെ കണ്ണീര് വന്നു. എന്തായാലും കോമഡി ഫാന്റസി മൂവി അല്ലേ? അല്ല, കോമഡി ആണെങ്കിൽ തന്നെയും നല്ല രീതിയിൽ എങ്ങനെ പടം പോകുന്നത് പോലും അറിയില്ല. അത്രയും സമയം ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ഫാൻറ്റസിയാണ് സംഭവം. എങ്കിലും എൻ്റെ ക്യാരക്ടർ ചെയ്തു, പക്ഷേ എനിക്കൊരു സീൻ കൂടി ഉണ്ടായിരുന്നു. അത് കുറേ കൂടി ഇമോഷണലായിട്ടുള്ള സംഭവം. അത് ടൈമിൻ്റേത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചെയ്തത്ര എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ടോട്ടലി നന്നായിരിക്കുന്നു. എല്ലാം 2-3 പിള്ളേരാണ്, പുതിയ കുട്ടികളാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, പിന്നെ എല്ലാവരും ഫെബി പുതിയ ആളാണ് തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു ഇരുത്തം വന്ന രീതിയിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കും, വളരെയധികം. എല്ലാവരും ഒന്നിനൊന്നും മിച്ചം. പിള്ളേരൊക്കെ നല്ല രസമുണ്ട്. നല്ല പടം, നല്ലൊരു മെസ്സേജ്, കൊള്ളാം. ഫാമിലി മൂവി. നല്ല പടം, നല്ല പടം, നല്ല മെസ്സേജ്. എല്ലാവരും കാണണം. എങ്ങനെയുണ്ട് പടം? അഭിനയിച്ചിട്ടുണ്ടോ? നന്നായിരുന്നു. ലാസ്റ്റ് എല്ലാവരും സൈലന്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വർക്കായെന്ന് തോന്നുന്നു. ഫാമിലി ടൈപ്പ് മൂവിയാണ്, എല്ലാവരും പോയി കാണും.
മെസ്സേജ് കൊടുക്കുന്ന ഒരു പടമാണ് അല്ലേ? ആ അതെ അതെ.